ഹായ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാഗി വെച്ചിട്ടാണ് ചെയ്യുന്നത്. മാഗി എന്ന് പറഞ്ഞാലും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈപ്പിയുടെ പാക്കറ്റാണ്. സാധാരണ മാഗി അൺഹെൽത്തി ആണെന്നല്ലേ നമ്മളെല്ലാവരും പറയാറ്. അപ്പോൾ ഈ അൺഹെൽത്തി ആയിട്ടുള്ള മാഗി കുറച്ച് ഹെൽത്തി ആയിട്ട് ചെയ്താലോ? കുറച്ച് വെജീസും അതേപോലെ കുറച്ച് എഗ്ഗും ചിക്കനും ഒക്കെ ആഡ് ചെയ്ത് ഒരു വെറൈറ്റി പിടിച്ചാലോ? എന്നാൽ വായോ, നമുക്ക് വീഡിയോയിലേക്ക് പോവാമേ. ആദ്യം തന്നെ നമുക്ക് മാഗിക്ക് വേണ്ടുന്ന ചിക്കൻ തയ്യാറാക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രഷ് കട്ടിൻ്റെ 450 ഗ്രാം വരുന്ന ഒരു പാക്കറ്റാണ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കുക. ഒരു 3-4 തവണയെങ്കിലും നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം അത് നന്നായിട്ട് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെക്കുക. ഇനി നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് അതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ പ്രത്യേകിച്ച് പൊടികളുടെ അളവൊന്നും പറയുന്നില്ല, കാരണം നമ്മൾ എത്രയാണോ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ പൊടികളും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി മാഗ്നേറ്റ് ചെയ്ത ചിക്കനെ നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കാമേ, ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ടാണ്. ആ സമയം കണ്ട് നമുക്ക് മാഗിക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് നന്നായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, സവാള, പിന്നെ 2 അല്ലി വെളുത്തുള്ളി ഇതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിത് കൂടാതെ വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇനി ബട്ടർ ഇല്ല എങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. നമ്മൾ ന്യൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുമ്പം നമ്മുടെ വെളിച്ചെണ്ണയെക്കാളിലും ഏറ്റവും ബെറ്റർ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒക്കെ തന്നെ കേട്ടോ. ഞാൻ ഇവിടെ അൺസാൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ സോൾട്ടഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചിക്കനകത്ത് അത്രയും കുറച്ച് ഉപ്പ് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. ചിക്കൻ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ട സെറ്റാക്കി എടുക്കാമേ. ഞാൻ ഇവിടെ 3 മുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ചിക്കനൊക്കെ തയ്യാറാക്കുമ്പോൾ ബാക്കി വരുന്ന ബട്ടറില്ലേ, അതിലേക്ക് തന്നെ നമ്മൾ ഈ മുട്ട ഒഴിച്ചെടുത്ത് ചിക്കൻ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റിൽ നമുക്ക് ആ മുട്ട കിട്ടും കേട്ടോ. ഞാൻ ഇവിടെ ഇപ്പിയുടെ 2 പീസാണ് എടുക്കുന്നത്. ചിക്കൻ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കി വന്ന ബട്ടറില്ലേ, അതിലേക്ക് തന്നെ നമുക്ക് മുട്ട ഒഴിച്ച് ചിക്കൻ എടുക്കാമേ. ഇനി പാൻ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആദ്യമേ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇല്ലേ, അതിട്ട് കൊടുക്കാം. 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ക്യാപ്സിക്കവും ക്യാബേജും ഒഴികെ ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് ജസ്റ്റ് വേവുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കുക. ലാസ്റ്റ് മാത്രമാണ് നമ്മൾ ക്യാപ്സിക്കവും അതിനുശേഷം ക്യാബേജും ആഡ് ചെയ്യുന്നത്. ക്യാപ്സിക്കവും ക്യാബേജും ഒക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. വെജിറ്റബിൾസ് എല്ലാം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ആ ഇപ്പിയുടെ കൂടെ കിട്ടുന്ന ചെറിയ പാക്കറ്റില്ലേ, അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാമേ. മസാല എല്ലാം ഒന്ന് മിക്സായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ടൊമാറ്റോ സോസ്, റെഡ് ചില്ലി സോസ്, സോയാ സോസ് അതൊക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഓരോ ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ മാക്സിമം 2 ടേബിൾ സ്പൂണോ ഒക്കെ വീതം ചേർത്ത് കൊടുക്കാം കേട്ടോ. സോസെല്ലാം ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് മാഗി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മാഗി അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ, അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതും കൂടെ ഈ മാഗിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ചിക്കൻ്റെ കൂടെ ഫ്ലേവർ മാഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ടൈമിൽ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അത് അടച്ചു വെച്ച് വേവിക്കുക. വെള്ളമെല്ലാം വറ്റി മാഗി ഏകദേശം കുക്കായിട്ടുണ്ട്. അതിലേക്ക് മുട്ട കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മാഗിയൊക്കെ ചൂടോടെ തന്നെ വേണം സെർവ് ചെയ്യാൻ, എന്നാലേ അതിൻ്റെ ഒരു സ്വാദ് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. See you with another video. Thanks for watching.